ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറേയായി ഞാൻ വിചാരിക്കുന്നത് ഇതുപോലൊരു വീഡിയോ ഉണ്ടെന്ന്. പക്ഷേങ്കില് അതിൻ്റെ ഒരു അപകർഷതാബോധം കാരണം ഞാൻ എടുത്ത വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യലാണ് പതിവ്. ഇതെന്തായാലും പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പം വരെയുള്ളത് എനിക്ക്. ഇനിയിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യേണ്ട സമയം എൻ്റെ മനസ്സ് മാറുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കൊരു ഉറപ്പുമില്ല. നമ്മളെ വീട്ടിൽ ഇപ്പോൾ ജോലി ഒന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരാൾ കിച്ചണിലാണെങ്കിൽ മറ്റേ ആൾ ക്ലീനിങ് ഡ്യൂട്ടി ആയിരിക്കും. അതിപ്പോൾ ഓരോ ദിവസങ്ങൾ അപ്പുറം ഇപ്പുറം മാറി മാറി ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പില്ലാണ്ട് ജോലിയും ചെയ്യാൻ പറ്റും. ഒരാൾ മാത്രമായിട്ട് എല്ലാ ജോലിയും ചെയ്യുന്നു എന്നുള്ള ഒരു ഇതും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മേൻ്റെ അനിയത്തിയെല്ലാം വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇത് തീർത്ത് കഴിഞ്ഞാൽ മടിയില്ലാണ്ട് ഞാനിതങ്ങ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഇത് നീട്ടി വെച്ച് വൈകുന്നേരം ആക്കിയിട്ട് ചിലപ്പോൾ വൈകുന്നേരം മടി പിടിച്ചിട്ട് ചെയ്യാണ്ടിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അവർ വരുന്നതിന് മുന്നേ തന്നെ എൻ്റെ പണിയെല്ലാം വേഗം അവിടെ തീർത്താൽ എനിക്ക് സമാധാനത്തിലിരുന്ന് ഫുഡ് അടിക്കും. പണിയെല്ലാം ഒരുങ്ങി കുളിക്കാൻ പോകുന്ന എന്നോട് അമ്മ പറഞ്ഞു, വാ നമുക്ക് അടുക്കളയിൽ കുറച്ച് പാത്രം ഉണ്ട് കയറ്റി വെക്കാം, നമുക്ക് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഏണിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഞാനിങ്ങനെ ഏണിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വലിഞ്ഞേറി കയറുമ്പോഴും എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഞാൻ വീഴും. മുകളിലെത്തിയത് ഏണീൻ്റെ പാടിന് ഒരൊറ്റ പോക്കാൻ പോയത്. ഞാനും ഏണിയും ആദ്യം ഫ്രിഡ്ജിൻ്റെ മുകളിൽ, പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ നേരെ താഴെ. സത്യം പറഞ്ഞാൽ വീഴുന്ന വീഴ്ചയിൽ എൻ്റെ കിളി കംപ്ലീറ്റ് പോയിട്ടുള്ളത്. കുറച്ച് സമയം എടുത്തിനാണ് കേടില്ലാന്ന് വേദന എന്ന് മനസ്സിലാക്കാൻ. തലേൻ്റെ ഉള്ളതെല്ലാം കൊട്ടത്തേക്ക കൊലുങ്ങുന്ന പോലത്തെ ഒച്ചയെല്ലാം കേൾക്കുന്നുണ്ട്. ഇനി വല്ലത് ഇളകി വീടാന്ന് തമ്പുരാൻ അറിയാം. പക്ഷെ ഞാൻ ആ സമയത്ത് എന്തുകൊണ്ട് ക്യാമറ ഓണാക്കി വെച്ചില്ല എന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഡൗട്ടാണ്. ഞാൻ എല്ലാ വീഡിയോ എടുത്തിട്ട് അത് രണ്ടും മാത്രം ഞാൻ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുളത്തിൽ പോയി വന്നപ്പോൾ ഫുഡ് കഴിക്കാനുള്ള മൂടൊക്കെ പോയി. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായ ഇട്ട് ഏണ്ടി കൊണ്ടുവന്ന കല്ലുമ്മക്കായും കഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ കുളത്തിൽ പോയി ക്ഷീണം കാരണം കിടന്നുറങ്ങി. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ.